പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടികൾ എന്നോ വിവരമാണ് ഞാൻ പറയുന്നത്. കേൾക്കുന്നവർ തെറ്റിദ്ധരിക്കരുത്. പഠിക്കേണ്ട പഠിത്തമൊക്കെ കഴിഞ്ഞു. ഞാൻ പരീക്ഷയ്ക്കൊന്നും ഇപ്പൊ പഠിക്കുന്നില്ല. പഠിച്ച് ബിരുദം കിട്ടി ഉദ്യോഗത്തിൽ കയറി. ഇപ്പൊ സർവീസിന് പിരിഞ്ഞു. മക്കളുടെ വരെ പഠിത്തം കഴിഞ്ഞു. ഇനി നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടികൾ അതിനെപ്പറ്റി പറഞ്ഞാക്കി കേൾക്കാൻ താല്പര്യമില്ല. ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ അങ്ങനെ പറയുമല്ലോ. എന്നാൽ ധന്യമീതനം തുടങ്ങുന്നോടത്തിലല്ല അവസാനിക്കും. തുടങ്ങ ഒരു തലയ്ക്കുന്ന ഇവിടുന്ന് കയറി പിടിക്കും. അത് ചില പ്രഭാഷകര് സ്റ്റേജിൽ വരുമ്പോ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പറഞ്ഞാൽ തുടങ്ങും. ഇങ്ങോട്ട് കയറി വരുമ്പോ അപ്പുകുട്ടൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്നെ പറഞ്ഞ് കുറച്ചേരം കഴിഞ്ഞിട്ട് വിഷയത്തിൽ കയറും. നമ്മളൊക്കെ പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടികളാണ്. പരീക്ഷ എഴുതി പാസ്സായി ബിരുദം കിട്ടലല്ലോ. ശ്രദ്ധാപൂർവം ഒരു കാര്യം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിത പരീക്ഷയ്ക്ക് ആവശ്യമുള്ള കാര്യമല്ലേ ഈ പറയണത്. നമ്മുടെ ജീവിത പരീക്ഷയില് ആവശ്യമുള്ള കാര്യമല്ലേ ഈ പറയുന്നത്. നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടികളാണ്. ഇപ്പൊ ഈയിടെ ഏതൊരു സ്ത്രീ വന്നിട്ട് കുക്കിംഗ് ഗ്യാസിനെ പറ്റി എന്തോ പറഞ്ഞു. ഇത് കേട്ടു എന്റെ ഭാര്യ അടുത്തേക്ക് വന്നിട്ട് എന്നിട്ട് ഗ്യാസ് കിട്ടില്ലേ എങ്ങനെയാന്നൊക്കെ ചോദിക്കുന്നു. സംഗതി ശരിയല്ലേ, ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ കുക്കിംഗ് ഗ്യാസ്. കണ്ടുണ്ടാവില്ല വൈകുന്നേരം ഒന്ന് മെസ്സേജ് വന്നാലേ നമ്മളെയൊക്കെ ബാധിക്കുന്ന കാര്യമല്ലേ. നമ്മളെ ബാധിക്കുന്ന അനവധി കാര്യങ്ങൾ ഈ ഭൂമുഖത്തുള്ളത്. ഇതൊക്കെ പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടികൾ ആയിരിക്കണം നമ്മള് മാനസികമായിട്ട് എപ്പോഴും. ചിലപ്പോ നമുക്ക് നമ്മളെ കുറിച്ചിട്ട് ലജ്ജ തോന്നാറില്ല. എനിക്ക് എന്നെ കുറിച്ച് ഒരു ദിവസം ഒരു 3 തവണയെങ്കിലും ലജ്ജ തോന്നും. കാരണം ചില കാര്യങ്ങൾ അറിയുമ്പോൾ ദൈവമേ ഇപ്പോഴാണല്ലോ ഇത് അറിയണത്. ഇതറിയാതെ അല്ലേ ഇത്ര കാലം ജീവിച്ചത്. ഇതറിയാതെ എത്ര കാലം ജീവിച്ചു. പിന്നീട് ജീവിതത്തിലൊരു കാര്യം ഒരു ഗുരുനാഥൻ പറയുമ്പോ അയ്യോ ദൈവമേ, ഇതറിയാതെ ഗ്രന്ഥം എഴുതുക, അവാർഡ് വാങ്ങാൻ ഞാൻ എന്തും മണ്ടനാണ്. ജീവിതത്തിൽ ഇവിടെ ജീവിച്ചിരിക്കുമ്പോ അറിയേണ്ട കാര്യങ്ങൾ, ജീവിത പരീക്ഷയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തു പഠിച്ചിട്ടുണ്ട്. പഠിത്തത്തിന്റെ കാര്യത്തിൽ വളരെ പറഞ്ഞു. ആ സമയത്ത് എന്ത് സംഭവിക്കും? നാളെയാണ് പരീക്ഷയെങ്കിൽ ആ പരീക്ഷയുടെ തലേ ദിവസം പകല് മുഴുവൻ കളിച്ചു, രാത്രി സെക്കൻഡ് ഷോനും പോയി. എപ്പോഴാ പുസ്തകം വായിക്കാൻ നേരം കിട്ടുക? പുസ്തകം കാണാതെ പരീക്ഷയ്ക്ക് എഴുതിയ കുട്ടികളുണ്ടായിരുന്നു പണ്ട് എന്റെ കുട്ടിക്കാലം. പരീക്ഷ തലേദിവസം ഇരുന്ന് പഠിക്കാനൊന്നും സാഹചര്യമില്ലാത്ത രീതിയിൽ കൃഷിക്കാരുടെ കുടുംബമായിരിക്കുമല്ലോ, അങ്ങനെയുള്ള ജീവിതം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പരീക്ഷയിൽ തോറ്റു. ഇവിടെ ജന്മം കിട്ടിയ സ്കൂളിലെ പരീക്ഷയെ കുറിച്ചല്ല പറയുന്നത്. ഇവിടുത്തെ
10,000-കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഋഷിമാര് എഴുതി വെച്ച കാര്യം നാം മനസ്സിലാക്കണ്ടെന്നാ പറഞ്ഞു. സിലബസിൽ ഒന്നും പഠിക്കാണ്ടാവില്ല. സിലബസിൽ ഇതൊന്നും പഠിക്കാണ്ടാവില്ല. ഇതൊന്നും പഠിക്കാനില്ല എന്നുള്ളതാണ് സിലബസിന്റെ മാഹാത്മ്യം എന്നാണ്. ആ ഋഷിമാര് പറഞ്ഞ കാര്യങ്ങൾ അത് പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന രീതിയിൽ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ദേവാലയങ്ങൾ, അതിന്റെ പിറകിലെ ഐതിഹ്യം, ആ ഐതിഹ്യം നമ്മുടെ ജീവിതത്തില് ഉണ്ടാക്കുന്ന വകതിരിവ്, ഇതൊക്കെ വേണ്ടേ? രാമായണം എന്നൊരു ഗ്രന്ഥത്തിന്റെ വിഷയം എന്താണെന്ന് പറയാൻ സീത തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ ആർക്കും പറയാം. അതല്ല അതിന്റെ വിഷയം. സീത തട്ടി, എന്നിട്ടോ രാവണൻ പോയിട്ട് കൊന്നു, രാമൻ പോയിട്ട് രാവണനെ കൊന്നു, എന്നിട്ടോ സീതയെ മോചിപ്പിച്ചു, എന്നിട്ടോ ഒരു സീതയെ ഉപേക്ഷിച്ചു. അത്ര എന്ത് മണ്ടത്തരായി പറഞ്ഞു. അതിന്റെ പിറകിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. ഒരു 3-4 ദിവസമായിട്ട് ഞാൻ സുന്ദരകാന്ഡത്തെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. ഏറ്റവും മധുരകരമായ കാര്യം, അത് ഏറ്റവും നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ഗുരുക്കന്മാരോട് ചോദിക്കുകയും ചെയ്യുമ്പോൾ മനസ്സ് പറഞ്ഞു, ഇതറിയാതെ അല്ലേ ഇത്ര കാലം ഓടി നടന്നു. രാമായണ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്, ഇതൊന്നും അറിയാതെ. ഏറ്റവും ജീവിത പരീക്ഷയിൽ ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾ ഒന്നും മനസ്സിലാക്കാതെ ഉള്ള സമയം ഒരു ചെറുപ്പക്കാരൻ കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഉദ്യോഗസ്ഥനായി വലിയ ശമ്പളം കിട്ടി. അപ്പൊ എന്നോട് പറഞ്ഞു, ടൈം പാസിന് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. എനിക്ക് ആ ദേഷ്യം കയറി വിട്ടില്ല. ടൈം പാസോ? ടൈം ഇങ്ങനെ പാസ്സായിട്ട് ഇങ്ങനെ കളയാനുള്ളതല്ലേ, വെറുതെ കള. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഒരു ഗ്രന്ഥം വായിച്ചിട്ടുണ്ടോ? ഭഗവത്ഗീത വായിച്ചിട്ടുണ്ടോ? ഇതേപോലെ യോഗവാസിഷ്ടം വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ നടത്തുന്ന ഒരു ചടങ്ങിന്റെ മീനിങ് അറിയൂ? അറിയില്ല. അഗ്നി എന്ന് പറഞ്ഞാൽ തീയെ. എന്താണ് ഈ അഗ്നി? എന്തിനാ അഗ്നിയെ റെസ്പെക്ട് ചെയ്യണം? അറിയില്ല. എന്നിട്ട് ഈ സമയം എന്താക്കി? മധ്യവയസ്സ് കഴിഞ്ഞ പല വ്യക്തികളും ഇപ്പോഴും ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നത് ചെറുപ്പം വേസ്റ്റായി കളഞ്ഞല്ലോ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു. നമ്മളെ ഒരിക്കലും ബാധിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് സമയത്തിനെ വേസ്റ്റാണ്. പറഞ്ഞ എന്നാ പറയാ? ശ്രീരാമകൃഷ്ണ പരമഹംസർ പറഞ്ഞില്ലേ, വർത്തമാന പത്രം എടുത്തായിട്ട് മാറ്റാനുണ്ടെങ്കിൽ ഞാൻ ആ വീട്ടിലേക്ക് വരില്ല. വന്നത് തന്നെയാണ് ഈ വീണ്ടും ന്യൂസേ. മന്ത്രിസഭ മാറി, എന്നിട്ടോ വേറെ ആള് മന്ത്രിയായി. ഇതൊക്കെ നമ്മള് കേട്ടാലോ. എന്നിട്ടോ ഈ മന്ത്രിയെ കുറിച്ച് അഴിമതി ആരോപണം ഉണ്ടായി. ഇതുണ്ടായതല്ലേ. പണ്ട് വന്ന ന്യൂസ് തന്നെയല്ലേ വായിക്കുന്നത്, കേട്ട കഥയല്ലേ പിന്നെയും വായിക്കുന്നത്. ഗോപാലകൃഷ്ണനും സത്യഭാമയും കൂടി പ്രേമത്തിലായി, ഒരു കഥ. രണ്ടാമത്തെ കഥയിൽ ഇതന്നെയാണ് വീണ്ടും കാണുന്നത്. ഇതന്നെ ആവർത്തിച്ചിട്ട് പറയുകയും ഈ ആരെങ്കിലും ഒരാൾ ഭരിക്കണം, അതിനെക്കുറിച്ചുള്ള വർത്തമാനം രാവിലെ മുതൽ വൈകുന്നേരം വരെ പറയുമ്പോൾ എന്ത് സംഭവിച്ചു? നാം ജീവിച്ചിരിക്കുന്ന ചുറ്റളവിൽ ഋഷീശ്വരന്മാര് പറയുകയും 10,000-കണക്കിന് വർഷങ്ങൾക്ക് ശേഷവും അതിന്റെ പ്രസക്തി കൂടിക്കൊണ്ടിരിക്കുകയുള്ള കാര്യങ്ങളെ പറ്റി ഒന്നും അറിയില്ല.
ടൈം പാസ്സാകുവാനുള്ളതാണോ, വെറുതെ കളയാനുള്ളതാണോ സമയം എന്നത്? ആ സമയം വെറുതെ കളയുന്ന സമയം ഇവിടുത്തെ ചരിത്രം, നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ മാനസികാവസ്ഥ, ഇതിന് ശാന്തി കിട്ടുന്ന കാര്യങ്ങൾ ചിന്തിക്കേണ്ടത്. 5 മണിക്കൂർ ദേവാലയത്തിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ 5 മണിക്കൂർ എന്ത് ചിന്തിച്ചു? എല്ലാവരുടെ കാര്യമല്ല കേട്ടോ. എന്ത് ചിന്തിച്ചു? നാരായണത്തിലെ ഒരു ശ്ലോകത്തെക്കുറിച്ച് ചിന്തിച്ചു. ആ നാരായണീയം എഴുതിയ, ഇതൊക്കെ മഹാത്മാക്കൾ എഴുതിയ ആളുകളെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ചിലർ ഇവിടെ ജീവിച്ചിരുന്നു. എങ്ങനെയാണ് ഇതിൽ ഇത്രയും അർത്ഥതലങ്ങൾ വന്നത്? ക്ലാസിക്കുകളായിട്ടുള്ള ബന്ധം ഇല്ലാത്തവര്, പരീക്ഷയ്ക്ക് ക്ലാസ് പരീക്ഷയുടെ കാര്യമല്ല പറയുന്നത്, ജീവിത പരീക്ഷയിൽ അവരോട് ഇതൊന്നും പറ്റിയൊന്നും പറയാൻ കഴിയില്ല. കാരണം ഇവര് ഈ ക്ലാസിക്കുകളൊന്നും വായിച്ചിട്ടില്ല. അപ്പൊ അവരോടൊന്ന് വർത്തമാനം പറഞ്ഞെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടണമെങ്കിൽ ചിത്രകഥ വായിച്ചിട്ടുണ്ട്, ചിത്രകഥയിൽ കേട്ടിട്ടുണ്ട്. ഒരു കാര്യം, നമ്മളെ ജീവിതത്തിൽ തുഴത്തിക്കൊണ്ടുപോകുന്ന പ്രശ്നങ്ങളുണ്ട്. തൃണാവർത്തൻ, ആ തുരന്ന് പേട്ടിരിക്കുക. തൃണം എന്ന് പറഞ്ഞാൽ പുല്ലുപോലെ നിസ്സാരമായ കാര്യങ്ങൾ തലയിൽ വെച്ചിട്ട് ഇങ്ങനെ തുഴച്ചും കൊണ്ട് നടക്കുകയാണ്. ഇതാണ് തൃണാവർത്തൻ. ഇതിന് പകരം നമ്മുടെ ജീവിത പരീക്ഷയാണ് ഇപ്പോഴും ഏത് പ്രായത്തിലും. ആ പരീക്ഷയിൽ അറിയേണ്ട കുറെ വിഷയങ്ങളുണ്ട്. അതിൽ നമുക്ക് താല്പര്യം ഉണ്ടാവണ്ടേ? അതായിരിക്കട്ടെ നമ്മുടെ വായനാശീലത്തെ നിയന്ത്രിക്കുന്നത് എന്ന് ചിന്തിച്ച് വാക്കുകൾ സംവദിക്കുന്നു. നമസ്കാരം.